ഇങ്ങനെ പൊസിഷൻ മാറണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. വാമനൂർ MLA സുധീർ പാലോടിന്റെ ഓഫീസിലാണ്. നമുക്ക് ഈ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ റൂട്ട് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പലർക്കും ആ റൂട്ടിനെ കുറിച്ച് വ്യക്തമല്ല. തിരുവനന്തപുരത്തിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ നെടുമങ്ങാട് വഴി ചുറ്റി വരുന്നവരുണ്ടാവും. നമുക്ക് ഓഫീസിന്റെ ശരിക്കുള്ള കറക്റ്റ് സൈഡ് അറിയാൻ പറ്റും. അറിയാലോ. അപ്പൊ ഏത് വഴിയാ വരേണ്ടത്? തിരുവനന്തപുരത്ത് വരുമ്പോൾ വെമ്പായം കഴിഞ്ഞ് അടുത്ത പരപ്പക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് വയ്യേറ്റ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ കേട്ടോ. വയ്യേറ്റ് ജംഗ്ഷനിൽ ഓഫീസ്. ആ വയ്യേറ്റ് ജംഗ്ഷനിൽ തന്നെ ഒരു നമ്മുടെ MLAയുടെ ഓഫീസിന്റെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. കറക്റ്റ് കാണാൻ പറ്റുന്നതാണ്. വയ്യേറ്റ് ജംഗ്ഷനിൽ തന്നെ എത്തുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ പാലോടുന്ന് അല്ലെങ്കിൽ കിളിമാനൂർ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ വെഞ്ഞാറോട് അടുത്ത വയ്യേറ്റ് ജംഗ്ഷൻ വെഞ്ഞാറമൂട്. അപ്പൊ ഈ കാര്യത്തിൽ കഴിഞ്ഞിട്ട് വരും കീഴായിക്കോണം വെഞ്ഞാറമൂട്. അപ്പം അവിടുത്തെ സൈഡിലുള്ള റൂട്ട് പിടിക്കും. നമ്മളിവിടെ വന്നപ്പോൾ MLA ഇല്ല, അദ്ദേഹം കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു സ്കൂളിൽ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വരികയാണ്. അപ്പം ആ ഒരു 2 ഓഫീസ് ഉണ്ട് ഇദ്ദേഹത്തിന്. 2 സൈഡിലായിട്ടുള്ള വരുന്ന 2-3 പഞ്ചായത്തുകളിലെ അവർക്കൊക്കെ വന്നു പോകാനായിട്ട് കഴിയും. മധ്യത്താണ് പഞ്ചായത്ത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആനാട്, പനവൂര്, പുല്ലമ്പാൽക്കാർക്ക് വരാൻ എളുപ്പമാണ് ഈ വെഞ്ഞാട് വരുന്നത്. വെഞ്ഞാട് വരാൻ എളുപ്പം ആണോ? കല്ലറ, പാങ്ങോട്ട്, പെരിങ്ങമലയൊക്കെ പാലോട് വരാൻ എളുപ്പം. പാലോട് സത്യത്തിൽ ഇപ്പം ജനങ്ങളോട് കൂടുതൽ അടുക്കുന്നതാണല്ലോ ഒരു ഇത്. അപ്പൊ ഇന്ന് പലരും അടുപ്പമുണ്ടെന്ന് കാണി വെച്ചാൽ അടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ടാണെങ്കിൽ നമുക്കൊരു ജനങ്ങളുമായിട്ട് കൂടുതലൊരു അടുപ്പം വരും അല്ലേ? തീർച്ചയായും. അപ്പൊ അവരുടെ അത് നമ്മളെപ്പോഴും അത് കണക്കിലെടുത്താണ് ഇവിടെ ഒരു ഓഫീസ് തുറന്നത്. ഓഫീസ് അതാണ് ഈ ഓഫീസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴും അടുത്ത് കാണാൻ. എനിക്ക് വോട്ടർ വിഷമിക്കുന്ന ഒരു ആഗ്രഹക്കാരനാണ് സുരേഷ്. അതെന്താണ് അത് ഈ യുവാക്കൾ അങ്ങനെയാണ് കേട്ടാ. കുറച്ചുകൂടെ ഈ എപ്പോഴും കുറച്ചുകൂടി എനർജറ്റിക് ആയിരിക്കും. അവരുടെ ചിന്ത കുറച്ചുകൂടെ ഫാസ്റ്റപ്പ് ആയിരിക്കും. വിപ്ലവം അതാണ്. അപ്പൊ അത് അങ്ങനെയുള്ളൊരു സംഭവമാണ് മെയിൻ ആയിട്ടും വരുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഓഫീസാണ്. നമുക്കത് ഗംഭീരമായി ഇതിനകത്ത് ഗംഭീര ഓഫീസാണ് കേട്ടോ. ഗംഭീര ഓഫീസ്. എല്ലാം കൊണ്ടും ഗംഭീരമാണ്. അപ്പൊ നമുക്കൊരു കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തായാലും നമസ്കാരം. ഒരു ചെറിയൊരു വീഡിയോ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി. അപ്പൊ നമുക്ക് നമ്മൾ ചെല്ലുന്നിടത്ത് ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് അവർക്ക് MLAയുടെ നമ്പർ അറിയായിരിക്കും. ഇതിനകത്തൂടെ പ്രസിദ്ധപ്പെടുത്തിയേക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് MLAയുടെ ഓഫീസിനൊക്കെ ബന്ധപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ നിങ്ങൾ എപ്പോഴും കേട്ടോ. അപ്പൊ അദ്ദേഹം അതൊരു നല്ല കേട്ടോ നല്ലൊരു വൈബിങ് ആയിരിക്കും കേട്ടോ. അതൊരു വലിയ പാലോട് വെഞ്ഞാറമൂട് തന്നെ ഒരു MLA ഓഫീസ്. ഇത് ഏത് സാധാരണ മനുഷ്യർക്കും എപ്പോഴും കടന്നു വരാൻ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ 10-14 വയസ്സിൽ യേശുവിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്ന സമയം മുതൽ എനിക്കറിയാവുന്ന ആളാണ്. ഇപ്പൊ പോണില്ല. വീണ്ടും കണ്ട് നടക്കും. കുറേ നേരത്തെ കൊണ്ട് നടക്കണം. എല്ലാവരും അറിയണ്ടേ?
아,